ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റോബർട്ട് വാദ്ര 11 മണിയോടെ ഇഡിയുടെ ദില്ലി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകും. അന്വേഷണം കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്കും എത്തുമെന്നാണ് സൂചന. സിബിഐ ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബിഐ, എന്തൊക്കെയാണ് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ വിവരങ്ങൾ? ഷമ്മി, ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടെ ദില്ലിയിലുള്ള ഇഡിയുടെ ആസ്ഥാനത്തേക്ക് റോബർട്ട് വാദ്ര ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 6 മണിക്കൂറിലധികം റോബർട്ട് വാദ്രയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് പോകുമോ എന്നുള്ള അതും ഏറെ നിർണായകം തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെയും ഈ കാര്യത്തിൽ, ഈ റോബർട്ട് വാദ്രയുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെയെല്ലാം തന്നെയും ഇഡിയുടെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പ്രതികരിച്ച കോൺഗ്രസ് റോബർട്ട് വാദ്രയുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രതികരണവും ഒരു കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇന്നിപ്പോൾ റോബർട്ട് വാദ്ര 11 മണിയോടെ ഇഡി ഓഫീസിലെത്തും. ഇതിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് വിവരമനുസരിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്കും അന്വേഷണം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് 2008 ഈ ഒരു ഭൂമി ഇടപാട് അല്ലെങ്കിൽ ഈ ഒരു കേസിനാസ്പദമായ സംഭവം, ഭൂമി ഇടപാട് നടക്കുന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കെതിരായ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വിളിപ്പിക്കുമെന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം, മുൻപ് BJP സർക്കാർ തന്നെയാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കും അതോടൊപ്പം തന്നെ റോബർട്ട് വാദ്രയ്ക്കും ഈ DLF-നും എല്ലാം തന്നെയും ഇത്തരത്തിൽ റോബർട്ട് വാദ്രയെ ഇന്ന് ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.